ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ പല രീതിയിലും കോവയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാണ്ട് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കോവയ്ക്ക എടുത്ത ശേഷം അതിന് രണ്ടറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത ശേഷം നമുക്ക് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ നീളത്തിലാട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നീളത്തിൽ നമുക്ക് നടുകെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അല്ല അധികം നീളമില്ലാത്തതാണെങ്കിൽ നീളത്തിൽ അരിഞ്ഞാലും മതി. അപ്പോൾ ഞാൻ നടുകെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ചതച്ചെടുക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ പെരിഞ്ചീരകം കേട്ടോ. പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പെരിഞ്ചീരകം പൊട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി കരിഞ്ഞു പോകാതെ മൂത്ത് വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിൽ അത് മതി. ചെറിയുള്ളി ആണെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ 1/2 സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും ചേർത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നിങ്ങൾക്ക് ഈ വട്ടത്തിൽ അരിയുന്നത് ഇഷ്ടമെങ്കിൽ വട്ടത്തിൽ വേണമെങ്കിലും കോവയ്ക്ക അരിയാം കേട്ടോ. എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. നീളത്തിൽ അരിഞ്ഞെടുത്തതേ ഉള്ളൂ ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. ആവിയൊക്കെ കയറി പകുതി വെന്ത ശേഷം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. പിന്നെ പെരുംജീരകം മുഴുവനായിട്ട് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പെരുംജീരകം പൊടിയായിട്ട് ചേർത്താലും മതി കേട്ടോ. അങ്ങനെയെങ്കിൽ പൊടി ചേർത്താൽ മതി, പൊട്ടിക്കേണ്ട ആവശ്യമില്ലേ. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ പല രീതിയിലും കോവയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കാറുണ്ടല്ലേ. ഈ രീതിയിലൊന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. കോവയ്ക്ക എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാലേ കഴിക്കാം. അപ്പോൾ അതിൽ നമ്മൾ പുതിയ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ കുഴഞ്ഞൊന്നും പോകില്ല. കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഈ മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാമേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മുരിച്ചെടുക്കുകയും ചെയ്യാമേ. അതുപോലെ നമ്മളിതിലേക്ക് വെള്ളം ഒന്നും കുടഞ്ഞു കൊടുത്തിട്ടുമില്ല. ആവിയിൽ തന്നെ ഇരുന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ശകലം കൂടെ നമുക്ക് മുരിച്ചെടുക്കാം. നിങ്ങൾക്ക് നല്ലതുപോലെ മുരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. എങ്ങനെയൊക്കെയാണ് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കുന്നില്ല, എങ്കിലും ഞാൻ അത്യാവശ്യം മുരിച്ച് തന്നെയാട്ടോ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കുഴഞ്ഞൊന്നും പോവാതെ തന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ചോറ് കഴിക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.